ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെനഡിക്റ്റ് പ്രയർ ഇന്ന് 44-ാം ദിനം. ഈ പ്രഭാതത്തിൽ മക്കളെ പ്രത്യേകമായി അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനം ഇന്ന് നാം ധ്യാനിക്കുമ്പോൾ ദൈവമായ കർത്താവ് ജോഷുവയോട് അരുളി ചെയ്യുകയാണ്, നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. മോശയോട് എന്നതുപോലെ നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും. ഈശോപ്രിയ മാതാപിതാക്കളെ, വലിയൊരു വാഗ്ദാനം, ജീവിതത്തിൽ തോൽവി ഉണ്ടാകില്ല എന്ന കർത്താവിന്റെ വാഗ്ദാനം, ഒപ്പം തന്നെ കർത്താവ് എപ്പോഴും കൂടെ ആയിരിക്കുമെന്നുള്ള വലിയ ആ സ്നേഹത്തിന്റെ വാഗ്ദാനം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, ഒരു തരത്തിലും മക്കൾ പരാജയപ്പെടാതിരിക്കുവാൻ, നിരാശപ്പെടാതിരിക്കുവാൻ, ദൈവപരിപാലനയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടി നല്ല ജീവിതം നയിക്കുവാൻ, വിദ്യാഭ്യാസ കാലഘട്ടം, കൗമാര കാലഘട്ടം തെറ്റിന്റെ വഴിയിലേക്ക് പോകാതെ ഭാവി ജീവിതം നല്ല രീതിയിൽ പിടിച്ചെടുക്കുവാനും അനുഗ്രഹത്തോടുകൂടി നല്ല കുടുംബജീവിതത്തിലേക്കോ അവർക്കുള്ള വിളിയിലേക്ക് പ്രവേശിക്കുവാനും കൃപയുടെ മക്കളായി തീരുവാൻ നമുക്കവരെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജോഷുവ 1:5 നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. കർത്താവായി ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ അങ്ങ് എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവരെപ്പോഴും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനിടയാകട്ടെ. അങ്ങനെ ഐശ്വര്യപൂർണ്ണമായ ജീവൻ നയിച്ച് അവർ അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോട് പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിൽ എത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.